ഇപ്പൊ ഇത്തിരി കുറവുണ്ട്. ഇനി മോൾ ഇത്തിരി ചൂട് കഞ്ഞി കുടിക്ക്. പനി മാറണ്ടേ? ഡോക്ടറെ കാണാൻ പോയാ ഇഞ്ചക്ഷൻ എടുക്കുവേ. ചേച്ചി പറഞ്ഞ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരോ? ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്കാ. ജോലിക്ക് പോണോന്നങ്ങ് ഉറപ്പാക്കി. ഞാൻ ജോലിക്ക് പോയാ ചേച്ചിക്ക് ഒരു ആശ്വാസമല്ലേ? പിന്നെന്താ? അതൊന്നും അല്ല ചേച്ചി. മാസാമാസം അവൾക്ക് ശമ്പളം കിട്ടുമ്പോ പുതിയ ചുരിദാറുകൾ മേടിക്കാമല്ലോ. അതാ ജോലിക്ക് പോണോന്ന് ഇത്ര നിർബന്ധം. നീ പൊടി. അയ്യടാ, നീ വലിയൊരു അഡ്വർടൈസിംഗ് ഏജൻസിയുടെ ആള്, ഞങ്ങള് വെറും അടുക്കള ഏജൻസിയുടെ ആളോ? ഒരു ജോലിക്കാരി വന്നിരിക്കുന്നു. പോടി എവിടുന്ന് പോ. പെൺകുട്ടികളായ സ്വന്തം കാലിൽ നിൽക്കുന്നത് എപ്പോഴും നല്ലതാ അല്ലേ ചേച്ചി? അതെ അതെ, സ്വന്തം കാലിൽ നിൽക്കുന്ന രണ്ട് ചേർത്ത് മരിക്കും. വന്നേ, ഇതെടുത്തോണ്ട് നോക്കോ. ഡീ, നീയേ ചൂട് കഞ്ഞിയും ചുട്ട പപ്പടവും വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് കൊടുക്കാം. ചൂടും ഇല്ല പനിയില്ല, കോളേജിൽ പോവാതിരിക്കാനുള്ള തന്ത്രമല്ലേടി. ഇങ്ങോട്ട് എഴുന്നേറ്റ് വണ്ടി. പനിയും പിടിച്ചിടക്കുന്ന കൊച്ചിനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അല്ലേലും ഉണ്ണിയാ ചേച്ചിയുടെ ചെല്ലകുന്തം. ആണ് ആണ് ആണ്. ഇടമ്മയോ? വിമലയെ വേഗം വാ, പുറത്ത് പോലീസുകാർ വന്നിരിക്കുക. പോലീസോ? സ്വാമിനാഥനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. എസ് ഐ ഷോ നിർത്താനൊക്കെ പറയുന്നുണ്ട്. എന്തിനാ? എനിക്കറിയത്തില്ല. ദൈവമേ, ഇത് വലിയ പുലിവാലായല്ലോ. നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട, അകത്ത് വയ്ക്കോ. ഇങ്ങോട്ട് മാറി നിക്കടാ, ഇങ്ങോട്ട് നിക്കടാ. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഉറപ്പാണോ? അതെ സാറേ. എന്നാ ഊതിക്കേ. ഊതാൻ പറഞ്ഞപ്പോ കൂവി മനുഷ്യനെ പേടിപ്പിക്കാണോ നീ? സോറി സാർ, ഊതാൻ അറിയില്ല, കൂകിയേ പരിചയമുള്ളൂ. തിയേറ്റർ അല്ലേ, അതാ. ജീവിതകാലം മുഴുവൻ നീ കൂവണ്ട വരും. എനിക്ക് കൂണോ സാറേ? വേണ്ട ചേച്ചി. എന്താ സാർ പ്രശ്നം? 4 ലേഡീസ് നിങ്ങളാണോ സീനിയർ? അതെ. അയ്യോ, എന്റെ പെങ്ങളെ കണ്ടാ പറയില്ലല്ലോ ഇങ്ങനൊക്കെ ചെയ്യുന്നു. എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സാർ കാര്യം പറ. ഓണർ പെങ്ങളായ സ്ഥിതിക്ക് ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. ഇതെന്താടാ? ടിക്കറ്റ് കുറ്റിയാ സാറേ. അല്ലാതെ സമ്മാന കൂപ്പണൊന്നും അല്ലല്ലോ? അല്ല സാർ. ഇതുപോലുള്ള ടിക്കറ്റ് കുറ്റി പ്രസിന്ന് പ്രിന്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൗണ്ടറിൽ കൂടെ അങ്ങോട്ട് വെക്കും അല്ലേടാ? അതെ സാർ. അല്ല, പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഓരോ ദിവസവും സീൽ ചെയ്ത ടിക്കറ്റുകൾ മാത്രമേ ഇവിടെ ഞങ്ങൾ കൗണ്ടറിൽ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അത് നിയമം ലോ. അത് നിങ്ങൾ തെറ്റിച്ചോണ്ടാണല്ലോ പാവം പോലീസുകാരായ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ചേട്ടാ, ഞങ്ങളൊരു നിയമം തെറ്റിച്ചിട്ടില്ല സാർ. നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓഹോ, അപ്പൊ നിയമാനുസൃതമല്ലാത്ത ഈ പണി എന്നാ ഇവിടെ തുടങ്ങിയത്? കുറെ കാലമായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ സർക്കാരിനെ വെട്ടിച്ച് കുറെ കാശും ഉണ്ടാക്കിയിട്ടുണ്ടാവും. സാർ, കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം സാർ. ഒരു തിരിമറിയും നടത്താതെയാ ഞങ്ങൾ ഈ ടാക്കീസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പുറത്ത് പല അലവലാദികളും പലതും പറയും. സാർ അത് വിശ്വസിക്കരുത്. അയ്യോ, ഒരിക്കലും ഇല്ല. പെങ്ങളെ, ഇതിലെവിടെയാണ് പഞ്ചായത്തിന്റെ സീല് പതിപ്പിച്ചിരിക്കുന്നത്? ഒന്ന് കാണിച്ചേ. പിന്നെ ദേ ഇതിലും സീലില്ല. പിന്നെ എങ്ങനെയാണ് പെങ്ങളെ ഇത് നിയമാനുസൃതമാകുന്നത്? ഒന്ന് പറയൂ പെങ്ങളെ. സാർ, ഇത് ഞാൻ അറിയാതെ നടന്നിട്ടുള്ളതാണോ? ഇതിലെന്തോ ചതിയുണ്ട് സാർ. സീലില്ലാത്ത ഒരു ടിക്കറ്റും ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇതാരോ മനഃപൂർവ്വം. നാക്കുകൊണ്ടുള്ള അഭ്യാസം ഒന്നും ഇനി വേണ്ട. അതും എസ് ഐ അമ്മണിരാജിന്റെ അടുത്ത് പഞ്ചായത്തിൽ നിന്നുള്ള പരാതി കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോ കൗണ്ടറിൽ നീ തെണ്ടിയുടെയും നീ തൊണ്ടിയും കിട്ടി. അപ്പൊ നിയമാനുസൃതമായി എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണ്ട പെങ്ങളെ? അയ്യോ സാർ, നോക്കി നിൽക്കാതെ പോയി ഷോ ഓഫ് ചെയ്യണം. ചേച്ചി സാർ പ്ലീസ്, ഷോ നിർത്തരുത്. നിയമപരമായിട്ടുള്ള എന്ത് നടപടിക്കും ഞങ്ങൾ സഹകരിക്കാം സാർ. പറഞ്ഞത് കേട്ടില്ലേ? പോയി പ്രൊജക്ടർ ഓഫ് ചെയ്യണം. അല്ല സാറേ, അത് ഞാൻ ഓഫ് ചെയ്തത്. അയ്യോ സാർ, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കല്ലേ സാർ, പ്ലീസ് സാർ. അയ്യോ, ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം മര്യാദയ്ക്ക് സംസാരിച്ചത്. എന്റെ തനി സ്വരൂപം പുറത്തെടുപ്പിക്കരുത്. ദേഷ്യം വന്നു ഞാൻ ഒരു പുലിയാണ്, ചീറ്റപ്പുലി. സാർ, ഷോ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം. അയ്യോ വേണ്ട, സമയം പോലെ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. കൂടുതൽ പ്രസംഗിക്കാതെ പോയി ജീപ്പിക്കാൻ മകളെ, എനിക്ക് വേറെ പണിയുള്ളതാ. എന്നെ പൊന്നു സാറെ, ദൈവത്തെ ഓർത്ത് വിമലെ ഇപ്പൊ കൊണ്ടുവരുത്. നോ 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 നോ, ആരോ കരുതി കൂട്ടി ചെയ്തതാ. നോ, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. സാർ, ഇതല്പം ക്രൂരതയായി പോയി. അതൊക്കെ ഓരോ കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണം. പിടിച്ചു കയറ്റാം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇന്ന് കരയാതെ ജീപ്പിക്കാനാ. സാർ, ഈ അമ്മണിരാജിന്റെ അടുത്താണ് കളി. ഈശ്വര, ഞാൻ എന്താ ഈ കാണുന്നത്? മനോഹരമായ ഈ കാഴ്ച കാണാൻ മുതലാളി എവിടെയാണാവോ? ചേച്ചി, ചേച്ചി, മാറി. ചേച്ചി കൊണ്ടുപോകല്ലേ, അങ്ങോട്ട് മാറി നിൽക്കാൻ.
എന്നൊരാഘോഷത്തിന് ദിവസം. അങ്ങനെ എന്റെ മുതലാളിയുടെ അന്ത്യാഭിലാഷം ചിരകാലാഭിലാഷം മഹാരാജ ടാക്കീസ് പൂട്ടിച്ചു. അത് മാത്രം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആ വിമലെ പോലീസുകാർ ജീപ്പി കയറ്റി കൊണ്ടുപോവുകയും ചെയ്തില്ലേ. ഇനി എനിക്ക് സമാധാനമായിട്ട് ഒരെണ്ണടിക്കണം. പക്ഷേ അതിന്റെ എല്ലാ ക്രെഡിറ്റും ബഷീർ. പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് ഇറക്കി വിടുന്ന മാതിരിയല്ലേ മുതലാളി അവളന്മാരെ ഓടിക്കാനായിട്ട് ആൾക്കാരെ ഇറക്കിയത്. എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല. പക്ഷെ ബഷീർ സാറ് ഒറ്റ ദിവസം കൊണ്ടല്ലേ പണി പറ്റിച്ചത്. തന്നെ ഞാനിവിടെ നിർത്തി ഒരു MLA ആക്കി തെക്കോട്ട് വിടുന്നുണ്ട്. മുതലാളി പറഞ്ഞതാ. തെക്കോട്ട് എടുക്കൂന്ന് പറഞ്ഞാ തെക്കോട്ട് എടുത്തിരിക്കും. ഇനി സമാധാനമായിട്ട് എനിക്ക് ഒരെണ്ണം അടിക്കണം. മുതലാളിക്ക് അറിയോ, ടാക്സ് വെട്ടിച്ച കേസിൽ അടച്ച പൂട്ടി ഒരു തിയേറ്ററും കേരളത്തിൽ ഇന്നേ വരെ തുറന്നിട്ടില്ല. ഉറപ്പാണോ? പിന്നെ 916 ഉറപ്പ്. പലതും പൂട്ടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സ്വന്തം അപ്പന്റെ റേഷൻ കട വരെ പൂട്ടിച്ചവനാ ഈ തോമസ്, അറിയോ? പിന്നെ എന്നാ എനിക്ക് ഒരെണ്ണം അടിക്കണം. ആ കോപ്പൻ സെക്രട്ടറി വല്ലതും? ഏത് സെക്രട്ടറി, എന്ത് സെക്രട്ടറി? പഞ്ചായത്തിലെ ഒരു ഫയലും ഞങ്ങളെ വിചാരിക്കാതെ ഒരടി പോലും നീങ്ങില്ല. മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളാ, അല്ലാണ്ട് സെക്രട്ടറി അല്ല. കൂടാതെ ഞാൻ അസോസിയേഷൻ ആളും കൂടിയാണ്. എനിക്ക് ഒന്നുകൂടി അടിക്കണം. തീർന്നു പോകട്ടെ ആള്. എല്ലാം തകർന്നു നിൽക്കുന്നതിന്റെ മുന്നിൽ നിവർന്നു നിൽക്കുന്നത് ഈ പാപ്പച്ചന്റെ ഒരു ഹോബിയാ. എനിക്ക് അവളെ ഒന്ന് കാണണം, ആ വിമലെ. എനിക്കും. നമ്മൾ ആരോടും ഒന്നിനും ചെല്ലുന്നില്ലല്ലോ, പിന്നെന്തിനാ എല്ലാരും നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? നമുക്ക് ആരുമില്ല. ആരുമില്ലെന്ന് ആരാ മക്കളെ പറഞ്ഞേ? നമുക്ക് ഈശ്വരനുണ്ട് കൂട്ടിന്, വിഷമിക്കണ്ട. ഇപ്പൊ ടാക്കീസ് പൂട്ടിച്ചവരൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും. സന്തോഷിക്കട്ടെ. നമ്മളോട് ചതി ചെയ്തവരെ ദൈവം വിടില്ല മക്കളെ. എന്താ ഇതൊക്കെ? എന്റെ കർത്താവേ, എന്തിനാ ഇത് നിങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്ത് ആപത്ത് വന്നാലും ഞാനും പാപ്പച്ച മുതലാളി കൂട്ടിനില്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണത്? കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ? അല്ല ഞങ്ങൾക്ക്. ഞാൻ അന്വേഷിച്ചിടത്തോളം കേസിന്റെ ഇപ്പോഴത്തെ ഗതി അനുസരിച്ച് ടാക്കീസ് ഇനി തുറക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അഴിമതി, നികുതി വെട്ടിപ്പ് തുടങ്ങിയ വലിയ കുറ്റങ്ങള്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. മുതലാളിയുടെ പണവും സ്വാധീനം ഉപയോഗിച്ച് ഈ കേസ് പുഷ്പം പോലെ ഒതുക്കി തീർക്കാൻ മുതലാളിക്ക് പറ്റും. പക്ഷെ അതിന് നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കണം. എന്റെ പൊന്നു മോളെ, മനസമാധാനമില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ? ഈ നശിച്ച ടാക്കീസ് ആർക്കെങ്കിലും വിറ്റ് തൊലച്ചൂടെ? ഇനി വാങ്ങാൻ ആളില്ലെങ്കിൽ മുതലാളി വാങ്ങിച്ചോളൂ. ഇറങ്ങണോ? ഇറങ്ങാന് ചേച്ചി, ഇയാളോട് പറഞ്ഞാ മനസ്സിലാവും. ഇറങ്ങിക്കോ മുതലാളി. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നെഞ്ചത്തറിയുന്ന പൊങ്കാലിടുവാ. അപ്പൊ ഞങ്ങളുടെ സഹായം വേണ്ട. സഹായം പോലും എന്നാ കേട്ടോ, നിനക്കിതൊക്കെ വന്നാ പോരടി. എനിക്ക് ഈ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനി ഈ ടാക്കീസ് തുറപ്പിക്കില്ലടി. ഞാനാ പറയണത്. ഞാനോട് കൂടിയാ പറയുന്നത്. ചായക്കട ഞാൻ കത്തിക്കും. നിങ്ങൾ അടുത്ത ആഴ്ച വന്നാ മതി. എന്തോ പത്രത്തിലുണ്ടായിരുന്നോ? എടോ, മന്ത്രിസഭ എന്തെങ്കിലും തീരുമാനിച്ചാ അത് നടത്തണോ വേണ്ടേ തീരുമാനിക്കുന്നത് ഞങ്ങളെ ഉദ്യോഗസ്ഥന്മാരാ, മനസ്സിലായില്ലേ? ഏതവനാ സാറേ? എടോ, ആ ഗോപാലകൃഷ്ണൻ. ഓ, കഴിഞ്ഞ മഴക്കാലത്ത് അവന്റെ വീട്ടിലെ പശു തെങ്ങ് വീട് ചത്തിലടോ. അവന് സഹായം വേണോന്ന്. എന്ത് സഹായം? ഇതെന്താ പണ്ടാരോളൂ. നമ്മളെ കാണേണ്ട വിധം കണ്ടാലേ ഫൈന് നീങ്ങൂ. അതിന്റെ ശരി. സമ്മതം